ഹലോ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ലെറ്റ്സ് പ്ലേ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വെൽക്കം പറഞ്ഞ് സ്വാഗതം പറഞ്ഞു, രണ്ടുപേരും മനസ്സിലാക്കട്ടെ. എൻ്റെ വേൾഡ് ഡിലീറ്റ് ആയിപ്പോയി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കളിച്ച വേൾഡ് എൻ്റെ കൈ തട്ടി തന്നെ ഡിലീറ്റ് ആയിപ്പോയി. ആ സീഡ് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും എൻ്റെ ഇത് ഉള്ള അവസ്ഥ ഉള്ള, അതുകൊണ്ട് ഞാൻ ഇന്ന് പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലാണ് കളിക്കുന്നത്. അപ്പൊ പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നില്ല, അതിനു മുമ്പേ നമുക്ക് ഗെയിം തുടങ്ങാം. നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഞാനൊരു ബോണസ് ടെസ്റ്റും കൂടെ കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ആക്കിയത്. ഡാർക്ക് ഓക്കിന്റെ സാപ്ലിംഗ് ഒക്കെ ഉണ്ട്. ഡാർക്ക് ഓക്ക് കിട്ടിയിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എങ്കിലും ഇരിക്കട്ടെ, എല്ലാം കയ്യിൽ ഇരിക്കട്ടെ. കിട്ടിയതല്ലേ. കിട്ടിയ സ്വന്തം വിഷമായിരുന്ന ഞാൻ കൊണ്ടുപോകും. മൈൻക്രാഫ്റ്റിലെ ഞാൻ ഇനി ഇതിൽ ഒരുപാട് എപ്പിസോഡ് ചെയ്യും. ഈ വേൾഡിൽ തന്നെ ഞാൻ ഒരുപാട് എപ്പിസോഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ വേൾഡിൽ. അതുകൊണ്ട് ഈ വേൾഡിൽ തന്നെ ഞാൻ ഒരുപാട് എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. ഒരു 200 അല്ലെങ്കിൽ 300 അത്രയെങ്കിലും ഒക്കെ ഞാൻ ചെയ്യും ഈ വേൾഡിൽ തന്നെ. കുറച്ചുപേര് പറഞ്ഞിരുന്നത് തംബ്നെയിൽ സെറ്റ് ചെയ്യാൻ നോക്കാം. എങ്ങനെയെങ്കിലും ഞാൻ നോക്കാം. തംബ്നെയിൽ എങ്ങനെയെങ്കിലും ഒക്കെ സെറ്റ് ചെയ്യാൻ ഞാൻ നോക്കാം. സ്പ്രൂസ് ആണ് എൻ്റെ ഫേവററ്റ് മരം. സ്പ്രൂസ് വുഡാണ് എൻ്റെ ഫേവററ്റ് വുഡ്. സ്പ്രൂസ് വെച്ച് എന്ത് ബിൽഡ് ചെയ്താലും അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഞാൻ ഈ ആക്സ് പൊട്ടണത് വരെ ഇവിടെ നിന്ന് മരം വെട്ടാൻ പോകും. എന്താന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് മരം വേണം. ഞാൻ ഇപ്രാവശ്യം സ്റ്റാർട്ടർ ബേസ് എല്ലാം ഉണ്ടാകണം. എന്താ അവിടെ കിടന്ന് പറക്കണത്? അതിൻ്റെ കൂടെ ഞാൻ ട്രീ ഫാർം ഉണ്ടാക്കുന്നുണ്ട്. സാപ്ലിങ് കിട്ടി. ഒരു സാപ്ലിങ് ഒക്കെ എനിക്ക് വേണം. അവിടെ പംകിൻ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് ഒരു സ്പ്രൂസ് വില്ലേജ് കാണാൻ ചാൻസ് ഉണ്ട്. ഒരു പംകിനേ ഉള്ളു. എൻ്റെ ലക്ക് നോക്ക്. പക്ഷെ എൻ്റെ ലീഷില്ല. ലീഷ് ഉണ്ടായിരുന്നെങ്കിൽ നിന്നെയും കൂടെ ഞാൻ കൊണ്ടുപോകായിരുന്നു. എൻ്റെ സ്വീറ്റ് ബെറി പോലും ഇല്ല. ഓക്കൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് സ്പ്രൂട്ട്സ് ഐലൻഡ് ആണ്. ചെറിയൊരു ഐലൻഡ്. ഇവിടെ നിന്ന് കുറച്ച് വുഡ് കളക്ട് ചെയ്തിട്ട് ഞാൻ ആ പംകിൻ എടുത്തിട്ട് പോകാൻ പോകുന്നു. ഇവിടെ നമുക്ക് വല്ല പ്രോജക്റ്റ് ഒക്കെ ചെയ്യുകയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് നമുക്ക് സാധനം എടുക്കാം. അപ്പൊ ഞാൻ പോയിട്ട് ഏതെങ്കിലും ഒരു ഐലൻഡ് കണ്ടുപിടിക്കട്ടെ. പെട്ടെന്ന് നമുക്ക് പോകാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് സെറ്റിൽ ആകാൻ പറ്റണ ഒരു ഐലൻഡ്. വീടൊക്കെ വെച്ചേ ആ ഐലൻഡ് കൊള്ളാം. അവിടെ ഉള്ള എല്ലാ മരവും വെട്ടാം. കുറച്ച് മരമല്ലോ. അതിൻ്റെ കൂടെ ഞാൻ ഈ ഐലൻഡിനെ വലുതാക്കാം. കുറച്ച് പരിപാടികൾ നമുക്ക് ചെയ്യാം. നമുക്ക് ഗെയിമിലോട്ട് വെക്കാം. ഞാൻ ഈ മരമെല്ലാം ഒന്ന് വെട്ടിട്ട്. എനിക്ക് ടൈം ലാപ്സ് ഇടാൻ അറിയില്ല. ടൈം ലാപ്സ് ഇടാൻ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് തരണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ വലിയ പ്രോജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളെ കാണിച്ച് പറപ്പിക്കൂല. ഞാൻ അത് ഉണ്ടാക്കുന്ന ടൈം ലാപ്സിൽ ഇട്ട് തരാം. ഞാൻ ആദ്യം ഇവിടുത്തെ മരമല്ലോ ഒന്ന് ഇട്ടിട്ട്. എൻ്റെ കൈ തട്ടി എന്തോ ഒരു പണി കിട്ടി എനിക്ക്. ഞാൻ എൻ്റെ വേൾഡില് ഇനിയിപ്പോൾ സോംബിയും ക്രീപ്പറൊന്നും സ്പോൺ ആവൂല. അതെന്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എല്ലാ വേൾഡും ക്രിയേറ്റ് ചെയ്ത് നൈറ്റ് മൊത്തമായിട്ട് നോക്കി. ഒരു മോൺസ്റ്റർ പോലും വരുന്നില്ല.
ആക്സ് പൊട്ടി. ഒരു കോഴിയല്ലേ നിൽക്കണ, തല്ലി കൊന്നാലാ പിക്കാസ് വെച്ച്. കോഴി എവിടെ നില്ല കോഴി, ഒക്കര കോഴി. രണ്ടെണ്ണായി. നമുക്ക് സ്പൈഡർ സ്പോണറൊക്കെ കണ്ടുപിടിക്കണം. അവിടെയൊക്കെ എന്തൊക്കെയൊക്കെ ഉണ്ട്. ഓ എന്റെ ഭാഗ്യം നോക്ക്, തൊട്ടടുത്ത് തന്നെ ഒരു സോമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കുറച്ച് സ്റ്റോൺ കണ്ടുപിടിക്കാം. എന്റെ സ്റ്റോണാണ് പെട്ടെന്ന് എന്റെ ആറുമുറിലൊന്ന് സ്റ്റോൺ ആക്കിയേക്കോ. എന്താടെ സ്റ്റോണിന് എത്രയ്ക്ക് ക്ഷാമം. ഇനിയിപ്പൊ ഞാൻ കുറച്ചു നേരത്തേക്കൊന്നും പറയണില്ല. എനിക്ക് വല്ല ലക്കും വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ നയണ് കിട്ടും. നിങ്ങള് ചോദിക്കും ഇത്ര സ്റ്റണ്ടായിട്ട് ഞാൻ എങ്ങനെ പൊക്കി കയറിയെന്ന്. അത് ഞാൻ ബെഡ് കയറി പോവായിരുന്നു. നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഞാൻ ബെഡ് കയറി പോവാണ്. ഇങ്ങനെയാണെങ്കിൽ എന്റെ ഹെൽത്ത് മുഴുവൻ ഞാൻ ഇവിടെ വെച്ച് കളയും. ഇവിടെ പൊട്ടിക്കാതെടാ. അതെങ്ങനെ എന്റെ കയ്യിലുണ്ടായിരുന്ന ഡസ്റ്റ് എല്ലാം കയറും. ഞാൻ ഇനി എങ്ങനെ മുകളിലോട്ട് കയറും? കയ്യിലാണെങ്കിൽ ഒന്നും ഇല്ലല്ലോ. ഫുഡ് ഞാൻ കളയൂല. എനിക്കിത് ചെയ്താലേ പറ്റൂ. ഐ ആം സോറി ഫോർ മൈ ലൈഫ്. ഈ ഫുഡ് എനിക്ക് ഇവിടെ വെച്ചാലേ പറ്റൂ. എന്റെ ഫുഡ് പോയേ. ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് ബെഡ് ഉണ്ടാക്കുന്ന ടീമാണ് ഞാൻ. ഇത്ര ഉള്ള എന്റെ ഫുഡ് കിട്ടിയത് കൊണ്ട് സന്തോഷിക്കാം. കിട്ടിയ കൂട്ടി, ഇല്ലെങ്കിൽ ചട്ടി. എല്ലാ ഫുഡും കളക്ട് ചെയ്ത് വെച്ചേക്കാം. എല്ലാ ടൈപ്പും വേണം. ഓക്കെ, ഞാനിപ്പോ എല്ലാ ഫുഡും ഇവിടെ നിന്ന് തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇവിടെ നിന്ന് കുറച്ച് ഫുഡിനുള്ള ഐറ്റംസ് വേണം. ഫുഡിനായിട്ട് ഫീഡ് കളക്ട് ചെയ്യാം. ഏറ്റവും നല്ല ഫുഡ് എന്ന് പറയുന്ന സ്റ്റാർട്ടർ ഫുഡ് ബ്രെഡാണ് നല്ലത്. സാപ്ലിങ്സ് കളക്ട് ചെയ്ത് വെക്കാം. കോഴി, ഹലോ കോഴി, അതൊക്കെ കോഴി, കൊട കോഴി. വെള്ളത്തിന്റെ അടിയിലൊക്കെ നല്ല ലൂട്ടൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാനൊന്നും ചെയ്യുന്നില്ല വെള്ളത്തിന്റെ അടിയിലൊന്നും. ഞാൻ പറഞ്ഞു കേട്ടോ, ക്രാഫ്റ്റിംഗ് ടേബിൾ ആദ്യം ഉണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഗെയിം ഒന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാം. ഞാൻ ഫുള്ള് ഈ സ്റ്റോൺ ടൂൾസ് ആയിട്ടുണ്ട്. നൈറ്റ് ആവാൻ തുടങ്ങി. എന്റെ ഇൻവെന്ററി ഒക്കെ ഒന്ന് എനിക്ക് ക്ലീൻ ചെയ്യണം. സാധനങ്ങളെല്ലാം ഇൻവെന്ററിയിലാണ് ഇരിക്കുന്നത്.
ടൂൾസ് എല്ലാം എടുത്ത് റെഡിയാക്കാം. ഞാൻ എന്ത് ഒരു സാധനം ഉണ്ടാക്കിയാലും അതിന്റെ എല്ലാ ടൂൾസും വെച്ചേക്കും ഞാൻ കയ്യില്. ഫുഡ് കിട്ടി. ടെക്നോബ്ലേഡിനെ തന്നെ കിട്ടി. ടെക്നോബ്ലേഡാണ്, അതുകൊണ്ട് ഞാൻ കൊല്ലൂല. പാവം അവിടെ നിന്നോട്ട്. ഞാൻ ക്യാരറ്റ് കിട്ടുമ്പോ തരാം നിനക്ക്. എങ്ങോട്ട് പൊക്കളല്ലേ? അവിടെ എല്ലാം സോംബിയും ക്രീപ്പറൊക്കെ കാണും. ഇനിയിപ്പോ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയത് എന്താ? ജസ്റ്റ് എടുത്തിട്ട് ഒരെണ്ണം കൂടെ അങ്ങ് ക്രാഫ്റ്റ് ചെയ്യാം. 2 എണ്ണം ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തൊരു പൊട്ടനാണ്. ജസ്റ്റിനെടുത്ത് വിടാം. ഇവിടെ ഇങ്ങനെ വെച്ച്. എടാ, നീ എന്താ ഒത്തിരി മാറിയെന്നാണ്? നീ വന്ന് ഓരോന്ന് കാണിക്കല്ലേ. ഞാൻ ആക്സസ് ഓടൊക്കെയാണ് കയ്യിൽ വെച്ചേക്കണെങ്കിൽ അറിയാതെ വെട്ട് കിട്ടും. നീ എങ്ങാനും ഇവിടെ വെച്ച് ഡെഡായി പോണെങ്കിൽ എനിക്ക് പിന്നെ കൂട്ടുകാരന്മാരില്ലേ ഇവിടെ വേൾഡില്. ഇതെന്തൊരു സാധനം? ഒരു ഷീമാട്ടി. അയ്യോ, നോക്കാൻ കൊണ്ട് അടിച്ച് ചപ്പിച്ച് കളഞ്ഞപ്പോ കേറാ നോക്കണില്ല. ചാണാൻ മുമ്പേ വലിഞ്ഞ് കയറങ്ങോട്ട് വെച്ച്. ഒരു ഫർണസ് ക്രാഫ്റ്റ് ചെയ്യാൻ എൻ്റെ സ്റ്റോൺ ഉണ്ടോ? 9 എണ്ണം ഉണ്ട്. ഫർണസ് ഒരെണ്ണം ക്രാഫ്റ്റ് ചെയ്ത് വിട്ടാ വയ്ക്കാം. ക്രാഫ്റ്റിംഗ് ടേബിളിന്റെ മുകളിലായിട്ട് ഇരിക്കട്ടെ. താൻ്റെ കൊച്ച് സ്റ്റാർട്ടർ ബേസ്. എൻ്റെ 2 ബ്രെഡ് ഇരിക്കണേ. ഞാൻ എവിടെ നിന്നാണ് നോക്കണത്? ഇവിടെ അങ്ങും പൊക്കളല്ലേ. കുറച്ച് കഴിയുമ്പോ എനിക്ക് നിന്നെ തല്ലി പോകാനില്ലേ. എങ്ങോട്ടെങ്കിലും പോയി ഞാൻ അടിച്ച് കൊന്നു കളയും. ഈ 2 ബ്രെഡ് ഞാൻ തിന്നിട്ട് എന്തിനാണെന്തോ. എനിക്ക് ഹങ്കർ ഉണ്ടോന്ന് പോലും ഞാൻ നോക്കിയില്ല. അതിന് മുമ്പേ ഞാൻ എടുത്ത് ഞം 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 ആക്കി. ഇനി നമുക്കൊരു കൊച്ചു സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കാം. ഇത്രയും വുഡ് എൻ്റെ ഇരിപ്പുണ്ട്. നമുക്ക് വുഡ് വെച്ചിട്ടുള്ള ബിൽഡ് നാളെ ചെയ്യാം അല്ലേ? ഞാൻ കുറച്ച് മരവും കൂടെ വെട്ടിട്ട്. ഷീപ്പിനെ കിട്ടാത്തതുകൊണ്ട് എനിക്ക് ഇനിയിപ്പോ ഇത് ഉണ്ടാക്കാനും പറ്റില്ല. ഞാൻ സ്പോണിൽ നിന്ന് നല്ലതായിട്ട് മാറിയാണ് നിൽക്കുന്നത്. രാത്രി മിക്കവാറും എനിക്ക് ഉറക്കം കാണില്ല. സ്കൈ ബ്ലോക്ക് പോലെ ആയിരിക്കും. സ്കൈ ബ്ലോക്കിൽ ബെഡ് ഉണ്ടെങ്കിൽ തന്നെ സൂക്ഷിച്ചേ കിടന്നുറങ്ങാൻ പറ്റും. നിങ്ങൾക്ക് സ്കൈ ബ്ലോക്കിന്റെ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ ഇട്ടുതരാം. എല്ലാവരും ചുമ്മാ ഇരിക്കല്ലേ. ഞാൻ മെത്ത് ടെസ്റ്റ് ചെയ്യാം. ഇനി നിങ്ങൾ പറയുന്ന മെത്തുകളൊക്കെ ടെസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് മെത്തൊക്കെ കമന്റ് ചെയ്യണേ. ഷോർട്ട് വീഡിയോയിൽ കമന്റ് ചെയ്താൽ മതി മെത്ത്. അതിൽ ഒരു മെത്ത് ഞാൻ തന്നെ കണ്ടുപിടിച്ചാണ്. സബ്സ്ക്രൈബ് ബട്ടൺ എല്ലാവർക്കും ഫ്രീ ആയിട്ട് അടിക്കാൻ പറ്റും. നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. അത് എൻ്റെ ഓപ്ഷൻ അല്ല, നിങ്ങളുടെ ഓപ്ഷനാണ്. അത് എൻ്റെ വീഡിയോയിൽ ചെയ്ത് നോക്ക്. യൂട്യൂബിലെ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചു നോക്കിയാൽ അത് ഇതാവും. ഫ്രീ ആയിട്ട് എല്ലാവർക്കും അടിക്കാൻ പറ്റും സബ്സ്ക്രൈബ് ബട്ടൺ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേ. അതിപ്പോ ഞാനൊരു വില്ലേജറിന്റെ ശബ്ദമാണോ കേട്ടത്? നിങ്ങളൊന്ന് പറയണേ. എൻ്റെ ഇടയിൽ സംസാരിച്ചുകൊണ്ടിരുന്നോണ്ട് എനിക്ക് വില്ലേജറല്ലേ ഉണ്ടായിരുന്നു. നോക്കാം. അല്ല, ഈ ടെക്നോബ്ലേഡ് അലറി വിളിക്കുന്നത്. ഞാൻ ഇവിടെ ഉള്ള എല്ലാ മരവും വെച്ചിട്ട് അറിയും. അപ്പോഴത്തേക്ക് ഇതൊക്കെ തന്നെ ധാരാളം. ഇതിന്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാവും. നോക്കടാ, അത് ഒരുപാട് സ്പോണായി നിൽക്കുന്നത്. എന്തെങ്കിലും സാധനം
ഗ്ലോയിങ് എന്തര ഒരു സംഭവം ഇത് വെച്ച് വല്ലതും ഉണ്ടാകും. റെയിൻബോ ഇതിൽ തന്നെ ഉണ്ടാക്കാം. ഒരെണ്ണം ഉണ്ടാക്കി 3 ചരിഞ്ഞായിരിക്കണം. അത് പറ്റൂല, ചരിഞ്ഞിരിക്കാൻ പറ്റൂല, നേരെ ഇരിക്കണം. ഇതിങ്ങനെ ഇരിക്കട്ടെ. എന്റെ ശരിക്കുള്ള പേരെന്തോന്നെന്ന് അറിയാമോ? ഇതാണ് എന്റെ ശരിക്കുള്ള പേര്. അപ്പൊ മനസ്സിലായ എന്തോന്നാണെന്ന്? ഇത് തന്നെ എനിക്ക് ഇവിടെ എഴുതി വെക്കണം. അതുകൊണ്ട് ഞാൻ ഈ ഒരു സാധനം ഞാൻ എന്റെ പെട്ടിക്കകത്ത് തന്നെ വെച്ചേക്കാം. ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ റേറായിട്ടേ കിട്ടും. ഞാൻ അവന്മാരെയും കൂടെ തട്ടി ഒപ്പിച്ചോണ്ട് വരാം. കുറച്ചെനിക്കിത് വേണം. ഞാൻ കളക്ട് ചെയ്തു. ഞാനും കൂടെ ഒന്ന് തട്ടാം. അവനെയും കൊന്നു. ഓ ഗൈസ് 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 ഗൈസ്, പണിപാളി പണിപാളി പണിപാളി. ഞാൻ രണ്ടാവും. ശ്വാസം എപ്പോഴല്ലേ നേരെ വീണത്. ചുമ്മാ കുറച്ച് ഒക്ടോബസിനെ കൊല്ലാനായിട്ട് വെള്ളത്തിന്റെ അടിയിൽ കയറി പൊക്കളഞ്ഞു. ചെയ്യാം. വേണ്ട, പണി വാളും. ഓ, ഹെൽത്ത് പോകുന്നതിന് മുമ്പേ ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ കുറച്ച് കോമഡികളായിരുന്നു ഇന്നത്തെ വീഡിയോ. ഞാനൊരു കൊച്ചു ബേസ് ഉണ്ടാക്കട്ടെ, എന്നിട്ട് ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാം. ഇപ്പൊ തന്നെ ഇത്തിരി ലെങ്ത് ആയിപ്പോയി. ശരിയെന്ന് പറഞ്ഞാൽ 18 മിനിറ്റും 52 സെക്കൻഡ്സ് ആയിട്ടുള്ളൂ. 55 സെക്കൻഡ്സ്. ഞാൻ പറയുമ്പോ സെക്കൻഡുകൾ കൂടി കൂടി പോണം. അതിനെ പൊട്ടിച്ചോളാം. എന്നിട്ട് ആ നേരം കൊണ്ട് ഞാൻ ഒരു കൊച്ചു ബേസ് ഉണ്ടാക്കാം. ഞാൻ എന്തൊരു പൊട്ടത്തനങ്ങളാണ് ഈ ഉണ്ടാക്കി വെക്കുന്നത്. എനിക്ക് ഇത്രയ്ക്ക് ഒരു കൊച്ചു ബേസ് മതി. ഒരു ഡോറുണ്ട്. റൂസ് വെച്ചൊരു ഡോറുണ്ട്. ഡോറുണ്ടാക്കി 1.18 വേണ്ടതാണ് വെർഷൻ. വെർഷൻ 1.18 ആണെന്നാണ് തോന്നുന്നത് എനിക്ക്.
1.20 ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഫോണിന് അപ്ഡേറ്റ് ചെയ്യണം. ഫോണിന് മൈൻക്രാഫ്റ്റിന് എനിക്ക് അപ്ഡേറ്റ് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഞാൻ നെറ്റ് ചെയ്യട്ടെ. ഈ ഒരു കൊച്ച് ഔട്ടർ ബേസിന്റെ പണി ഏകദേശമെങ്കിലും ഒന്ന് തീർത്തോട്ടെ. ഞാനിതിപ്പോ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിത് പേടിക്കാനില്ല. ഇവിടെ അമ്മര് സ്പോണാണ് പെട്ടെന്ന്. എന്തോ എന്റെ ക്രൗച്ച് ബട്ടനൊക്കെ എന്തോ പ്രശ്നമുണ്ട് കേട്ടാ. എന്തോന്നാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ, എന്തൊക്കെയാ പറയണേ? ക്രൗച്ച് ബട്ടന്റെ പ്രശ്നമുണ്ടെന്ന്. ക്രൗച്ചൊക്കെ നേരെ ചെയ്യാൻ പറ്റണം. ഈ സാധനം പൊട്ടിച്ചെടുത്തിട്ട് വെളിയിൽ കൊണ്ടുവന്ന് എഴുതി വെക്കണം. ഇങ്ങനെയൊക്കെ ബാക്ക് സൈഡും അങ്ങനെ കാണുമ്പോ ഒരു പൊട്ട വീട് അങ്ങനെ എല്ലാവർക്കും തോന്നണം. ഇവിടെ ആരോ വന്നൊരു സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കി. ഞാൻ വേൾഡ് ഡൗൺലോഡ് തരാമേ നിങ്ങൾക്ക്. അത് ഞാൻ 20 എപ്പിസോഡ് ആവുമ്പോ തരാം. ഈ ഡോർ ഇവിടെ ഇരിക്കുന്ന ഉള്ളൂല. ഇങ്ങോട്ട് വാ. നീ ഇവിടെ ഇരി. അയ്യോ, സോറി. നീ ഇവിടെ ഇരി. നീ ഇങ്ങ് വാ. നീ ഇവിടെ ഇരി. ഇപ്പഴല്ലേ കൊള്ളാന്നേ. ബേസിന്റെ വെളിയില് ഇവിടെയും ഈ സൈൻ ബോർഡിനെ പൊട്ടിച്ചെടുത്തിട്ട് ഇവിടെയും ഇത് വെക്കണം. എന്നിട്ട് ഇതിന് കൃത്യം ഒന്ന് മാത്രം ഇങ്ങനെ എടുക്കുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെ ആക്കുമ്പോഴൊക്കെ കിട്ടാറുണ്ട്. ഒന്ന് കിട്ടി. ഞാനൊരു പ്രോ തന്നെയല്ലേ. ഇവിടെ കാണാനില്ല. ടൂ ആയിപ്പോയി. ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ റബ്ബ് ചെയ്ത് യു അപ്പൊ ഇന്നത്തെ എപ്പിസോഡില് ഞാനൊന്ന് ഡെഡായിട്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാം. എനിക്കൊന്ന് റീഫ്രഷ് ആവും. വേണ്ട, എന്റെ എല്ലാ ഐറ്റംസും വാരി പെട്ടിക്കകത്തോട്ട് നിറഞ്ഞിട്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഞാൻ ഇതില് ഗെയിമിൽ റെഡ് ആവാന്ന് വിചാരിച്ചാണ്.
എന്നെന്റെ സ്പോൺ അങ്ങ് ഏതൊരു കാട്ടില്. അതുകൊണ്ട് വേണ്ട. നമുക്ക് ഒരു ബെഡ് കേട്ട് ഹെൽത്ത് ഒക്കെ പോയിരിക്കണമെങ്കിൽ റീഫ്രഷ് ആവും. ഇല്ലെങ്കിൽ എന്റെ ആകപ്പാടെ ടൂൾസ് മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. നിങ്ങളെല്ലാരും പോയിട്ട് നാളെ 12 നാളെ 6 മണിക്ക് വാ. ഞാൻ നാളെ 6 മണിക്ക് വീഡിയോ ഇടും. നാളെ ഞാൻ 6 മണിക്കിടും. ഇന്നും ഞാൻ 6 മണിക്കിടും. അപ്പൊ എല്ലാരും പോയിട്ട് നാളെ വാ. ടാറ്റാ. പോണില്ലേ? പൊയ്ക്കോ. എനിക്ക് ഇവിടെ നീന്നില്ലേ, ഞാൻ പോണു.